നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നൊരു കാര്യം, അമ്മയുടെ ഏട്ടനോടും ഏട്ടത്തിയോടും പറഞ്ഞേക്ക് ഭാവന വരുന്നുണ്ടെന്ന്. എന്തെങ്കിലും പ്ലാനുകളൊക്കെ തയ്യാറാക്കാനുണ്ടെങ്കിൽ തയ്യാറാക്കിക്കോട്ടെ. അമ്മേ, ഭാവനയെ അമ്മയ്ക്കറിയാലോ. ഒന്ന് കാണാതെ അവള് മറ്റൊന്നിനിറങ്ങില്ല. മാനസയെ പോലെ ഭാവനയ്ക്കും ഇപ്പൊ ഒരാളുടെ സഹായം വേണ്ടത്. രണ്ടുപേരെ നോക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവൻ എന്തൊക്കെ പറയുന്നേ? ഇനി എന്റെ മനസ്സറിയാനുള്ള അടവാണോ? എന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ. എന്താ മനസ്സിൽ കണക്കൂട്ടുന്ന? ഏയ് അല്ല, ഞാൻ നിന്റെ സംസാരം കേട്ട് നിന്നതാ. നീ പറഞ്ഞു തീർത്തിട്ട് ഞാൻ സംസാരിക്കാന്ന് വിചാരിച്ചു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലമ്മേ. ഭാവന വരുന്ന വിവരം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവള് വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ അവളുടെ കാര്യം അതും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. ഇപ്പൊ അത്രേ പറയാൻ പറ്റൂ. പ്രായമൊക്കെ കൂടി വരികയല്ലേ. പിന്നെ അവളൊരു നേഴ്സല്ലേ, മാനസയെ പോലെയല്ലല്ലോ. അത്യാവശ്യം വന്നാ സ്വന്തമായിട്ട് ചികിത്സിക്കാൻ അവൾക്കറിയാം. അക്കാര്യത്തിലൊന്നും അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. ഭാവനയെ സംരക്ഷിക്കാനും സഹായിക്കാനും ഭാവനയോടൊപ്പം ഒരാൾ കൂടി വരുന്നുണ്ട്. ആര്? ഓ, ഹോം നേഴ്സ് ആയിരിക്കും അല്ലേ? ഇതൊന്നും അല്ലമ്മേ, അതൊക്കെ മേലെയാ. വരുമ്പോ അമ്മ കണ്ടാ മതി. അതാരാ അങ്ങനെ ഒരാള്? വരുമ്പോ അമ്മ കണ്ടാ മതിയേ. പിന്നൊരു കാര്യം, വരുന്നത് ആരായാലും ഭാവനയോടൊപ്പം ഇവിടെ കാണും. അതിനമ്മ ഇതിലൊന്നും പറയരുത്. എന്നാലും നിനക്ക് ആളിനെ പറയാൻ പാടില്ലേ? ചിലതൊക്കെ നേരിട്ട് കാണുന്നല്ലേ അമ്മേ നല്ലത്. ഭാവനയ്ക്കും സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം. അപ്പൊ പിന്നെ ഞാനായിട്ട് എതിരൊന്നും പറയാൻ നിന്നില്ല. ആര് വന്നിപ്പോ എനിക്കെന്താ? എന്റെ ജോലി അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. എനിക്ക് അത്രയും കേട്ടാ മതി. അമ്മ എന്തായാലും ഭാവനയുടെ കാര്യം നോക്കാനൊന്നും പോട്ടെ. വരുന്ന ആള് നോക്കിക്കോളും. ആരാ? ഗായത്രിയാണോ? ആന്റിക്ക് അവിടെ 100 കൂട്ടം ജോലിയുണ്ട്. പിന്നെ ആരാ? മായയോ? അതെങ്ങനെ ശരിയാവും അമ്മേ? മായേച്ചിക്ക് അവിടെ ഒരു കുടുംബമുള്ളല്ലേ. അപ്പോ ഈ വരുന്ന ആൾക്ക് കുടുംബമൊന്നുമില്ലേ?